പിന്നെ അവൻ ഗലീലായിലെ ഒരു പട്ടണമായ കഫർനാമിൽ എത്തി. സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. സാബത്തിൽ സിനഗോഗിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. യേശു കഫർനാമിൽ എത്തിച്ചേർന്നു. അവിടെ സിനഗോഗിൽ വചനം പഠിപ്പിക്കുകയാണ്. അവൻ്റെ പ്രബോധനത്തിൽ അവരെല്ലാവരും വിസ്മയഭരിതരായി. കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. ഒന്ന് പറഞ്ഞേ, അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. ഒന്നുകൂടെ പറഞ്ഞേ, അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. യേശുവിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ തന്നെ യേശുവിൻ്റെ അധികാരമുണ്ട്. യേശുവിൻ്റെ ശക്തി വചനത്തിലുണ്ട്. എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ജീവനുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുമുണ്ട്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സിനഗോഗിൽ യേശു അധികാരത്തോടു കൂടി വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു. അവിടെ യേശു ഒരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയോ പിശാചിനെ പുറത്താക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിശാച് ബാധിച്ച വ്യക്തി ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടുന്നത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? പിശാചിൻ്റെ ചോദ്യമാണ്, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അതായത് പിശാച് ബാധിതൻ ചോദിക്കുകയാണ്, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? 1 യോഹന്നാൻ 3:8 പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത്. അത് മനുഷ്യപുത്രനായ യേശുക്രിസ്തു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഈ പിശാച് ബാധിതം പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. കണ്ടോ, സാത്താൻ ബാധിച്ച, പിശാച് ബാധിച്ച, അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ സത്യമാണ് പറയുന്നത്. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അവിടെ പിശാച് ബാധിതൻ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. സത്യമാണത്. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. യേശു കൽപ്പിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവം ഒന്നും വരുത്താതെ അവനെ എല്ലാവരുടെയും നടുവിലേക്ക് തള്ളി ഇട്ടതിനു ശേഷം അവനെ വിട്ടുപോയി. പിശാച് യേശുവിൻ്റെ ആജ്ഞാവചനം കേട്ടു, പിശാച് വിട്ടുപോയി ആ ചെറുപ്പക്കാരനെ. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്തുവല്ലോ. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ എങ്ങും വ്യാപിച്ചു. ഉണ്ടോ, അവന് അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു, അധികാരത്തോടെ ശക്തിയോടെ അവൻ കൽപ്പിച്ചു. എന്തൊരു വചനമാണിത്! അശുദ്ധാത്മാക്കളോട് അവൻ അധികാരത്തോടെ ശക്തിയോടെ കൽപ്പിച്ചു, അവ വിട്ടുപോകുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശു എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ പിശാച് ഇവിടെ നിന്ന് വിട്ടുപോകും. ഹല്ലേലൂയ. നമുക്ക് വലതുകരം വെട്ടിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്ത് സ്വാധീനം ചെലുത്തുന്ന ദേശത്തിൻ്റെ അധിപതിയായ ദുഷ്ടപിശാചിൻ്റെ ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ സഭയോട് ചേർന്ന് ഞങ്ങൾ തകർക്കുന്നു. പൈശാചിക ശക്തികളെ, ദുഷ്ടാരൂപികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. സഭയോട് ചേർന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ യോഗ്യതയിൽ ദൈവജനത്തെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ അരൂപികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചേ.
പോരാ, ഉച്ചത്തിൽ വിളിച്ചേ, ചങ്ങപറ്റി വിളിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചെന്താ? അതായത് ഈ ദേശത്തിന് മേൽ സ്വാധീനം ചെലുത്ത തിന്മയെ ബന്ധിച്ച് പ്രാർത്ഥിച്ചത്. ഉറപ്പാണ് ബന്ധിക്കപ്പെടും. തിന്മയുടെ അരൂപികളുണ്ട്. അവ നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിച്ചെങ്കിലേ അവ നിർവീര്യമാകത്തുള്ളൂ. കാരണം തിന്മയുടെ കോട്ടയെ തകർക്കണമെങ്കിൽ ശക്തമായ പ്രാർത്ഥന ഉണ്ടായേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ടു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കേട്ടിട്ടുണ്ടോ? കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. കത്തോലിക്ക സഭയുടെ മതബോധന ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്? ഓരോ വിഷയത്തിനും ആ പുസ്തകത്തിൽ ഉത്തരമുണ്ട്. നമ്മുടെ വീട്ടിൽ ആ ഒരു പുസ്തകമുള്ളത് നല്ലതാണ് കേട്ടോ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCC 414. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ക്ലാസ് കംപ്ലീറ്റ് ഡെലിവറൻസിനെ കുറിച്ചായിരിക്കും ഞാൻ പങ്കുവയ്ക്കുന്നത്. സാത്താൻ, ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല, കത്തോലിക്ക സഭ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. സാത്താൻ അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. സാത്താൻ അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. സാത്താൻ അഥവാ പിശാച്, മറ്റു ദുർഭൂതങ്ങൾ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും ധിക്കരിക്കുവാൻ അവർ സ്വതന്ത്രമായി തീരുമാനിച്ചു. ദൈവത്തിനെതിരെയുള്ള അവരുടെ തീരുമാനം അന്ത്യമാണ്. ദൈവത്തിനെതിരായുള്ള തങ്ങളുടെ സമരത്തിൽ, അതായത് ദൈവത്തിനെതിരായുള്ള പിശാചിന്റെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ പരിശ്രമിക്കുന്നു. ഹല്ലേലൂയ. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. പിശാച് ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ പിശാച് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. സാത്താൻ അഥവാ പിശാച്, മറ്റു ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. പിശാച് എന്ന് പറയുന്നത് പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. അതേക്കുറിച്ച് വെളിപാട് പുസ്തകത്തില് 12-ാം അധ്യായത്തില് 7, 8, 9 വചനങ്ങളിൽ പറയുന്നുണ്ട്. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. ഇതാരാണ് ഈ സർപ്പം? ആരാണ്? ആദ്യ മാതാപിതാക്കളെ പറ്റിച്ച ആ പിശാച്, സർപ്പന്റ്, പിശാച്. ആദ്യ മാതാപിതാക്കളെ കബളിപ്പിച്ച സർപ്പമാണ്. സർപ്പത്തിന്റെ രൂപത്തിൽ വന്നാണ് പിശാച് ഹവ്വായെ പറ്റിക്കുന്നത്. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. അതായത് ലൂസിഫറും അവന്റെ കൂടെയുള്ള എല്ലാ മാലാഖമാരായിരുന്നു. അവർ യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, അതായത് ഹവ്വായെ പറ്റിച്ച ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന, സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. നോക്കൂ, ആ പുരാതന സർപ്പം, അവന്റെ ദൂതന്മാര് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോട് കൂടെ അവന്റെ ദൂതന്മാരും. മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലിന്റെ നേതൃത്വത്തിൽ ലൂസിഫർ, മറ്റ് മാലാഖമാര് ദൈവത്തിനെതിരെ പ്രവർത്തിച്ച ആ മാലാഖമാർക്കെതിരെ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഈ സർപ്പവും അവന്റെ ദൂതന്മാരും എവിടെ പോയി എന്നാ വചനം പറയുന്നത്? ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് യുദ്ധം ചെയ്തു. സർപ്പവും അവന്റെ അനുചരന്മാരും പരാജയപ്പെട്ടു. അവർ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടെ അവന്റെ ദൂതന്മാരും. ഈ ഭൂമിയിൽ പിശാചുണ്ട്, പിശാചിന്റെ പ്രവർത്തനമുണ്ട്. ഇതേക്കുറിച്ച്
സഭ വളരെ വിജിലൻ്റാണ്. നമുക്കറിയാം, എതിർചിന്തയുടെ ദുരാത്മാവ്, അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ്, സഭാവിരുദ്ധതയുടെ ദുരാത്മാവ്, ഭിന്നതയുടെ ദുരാത്മാവ്, അശുദ്ധിയുടെ ദുരാത്മാവ്, വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ്, അങ്ങനെ വ്യത്യസ്തമായ അരൂപികൾ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. ഞാൻ ഇതേക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാം. CCC 2852 ആരംഭം മുതലേ കൊലയാളിയും നുണയനും നുണകളുടെ പിതാവും പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവനുമായ പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവനുമായ സാത്താനിലൂടെ പാപവും മരണവും ലോകത്ത് പ്രവേശിച്ചു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സഭ ആധികാരികമായിട്ട് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ആരംഭം മുതലേ കൊലയാളിയും നുണയനും നുണയുടെ പിതാവും പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവനുമായ സാത്താനിലൂടെ പാപവും മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഈ ലോകത്തിൽ പാപം പ്രവേശിച്ചത്, മനുഷ്യൻ മരിക്കുന്നത് സാത്താൻ്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം ഈ ഭൂമിയിലേക്ക് മനുഷ്യരിലേക്ക് കടന്നു വന്ന മനുഷ്യൻ പാപം ചെയ്തു. അപ്പോൾ പാപവും മരണവും ലോകത്തിൽ കടന്നു വന്നത് സാത്താൻ മൂലമാണ്. അവൻ്റെ അന്തിമ പരാജയത്തിലൂടെ സൃഷ്ടി മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജീർണതയിൽ നിന്ന് സ്വതന്ത്രമാകും. അവിടെ പറയുന്നു അവൻ്റെ അന്തിമ പരാജയം. അത് കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് സംഭവിക്കാൻ പോകുന്നത്. കാൽവരി കുരിശിൽ യേശു പിശാചിനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞു. യേശു സാത്താൻ്റെ മേൽ പൂർണ്ണമായിട്ട് കുരിശുമരണത്തിലൂടെ വിജയം നേടി. പക്ഷേ സാത്താൻ ഇന്നും ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ ബന്ധമടിയും. യേശുവിൻ്റെ നാമത്തിൽ സാത്താന്യ ശക്തികൾ വിട്ടൊഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ്റെ അന്തിമ പരാജയം എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അന്തിമ വിധിയിലാണ്. അതേക്കുറിച്ച് ഒരു വചനമുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനം. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാവട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഉണ്ടോ? അവരെ വഴിതെറ്റിക്കുന്ന പിശാചാവട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഉണ്ടോ? അവിടെ പറയാണ് ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. നിത്യകാലം അന്ത്യവിധിയിൽ പിശാചിനെ മൊത്തം ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയും. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. അവർ ഒന്ന് ശ്രദ്ധിച്ച്, അവരെ വഴിതെറ്റിക്കുന്ന പിശാചാവട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് സാത്താൻ ഇന്നും ഈ ഭൂമിയിൽ, വ്യക്തികളിൽ, സ്ഥലങ്ങളിൽ, മനുഷ്യരിൽ ഒക്കെ പ്രവർത്തിക്കുന്നു. പല സ്ഥലത്തും വീടുകളിലൊക്കെ പിശാച് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ. വെളിപാട് 20-1-2. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ ഒരു ഉഗ്രസർപ്പത്തെ ഉണ്ടോ? അവിടെ പറയുന്നത് ഉഗ്രസർപ്പം, അതായത് ആദിമാതാവായ ഹവ്വായെ പറ്റിച്ച പിശാച് ലൂസിഫർ. അവൻ ഒരു ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ ബന്ധിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. ഹല്ലേലൂയ. 1000 വർഷത്തേക്ക് പിടിച്ച് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ചു മുദ്ര വെച്ചു. ഹല്ലേലൂയ. അത് സംഭവിക്കും.
പ്രൈസ് ദി ലോർഡ്. പാതാളത്തിലേക്ക് ഈ പുരാതന സർപ്പവും അവൻ്റെ അനുചരന്മാരും ബന്ധിക്കപ്പെട്ട എന്നേക്കുമായിട്ട് ഗന്ധകാഗ്നി തടാകത്തിൽ കിടക്കുന്ന ഒരു കാലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മൊത്തം വചനമാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. CCC 2853 കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുകയാണ്, നമുക്ക് ജീവൻ നൽകാനായി യേശു സ്വമനസ്സാൽ തന്നെ തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത മണിക്കൂറിൽ ഈ ലോകത്തിൻ്റെ അധിപൻ കണ്ടോ, ഈ ലോകത്തിൻ്റെ അധിപന്റെ മേൽ, ആരാണ് ഈ ലോകത്തിൻ്റെ അധിപൻ? ആരാ ഈ ലോകത്തിൻ്റെ അധിപൻ? പിശാച്. യോഹന്നാൻ 14:30 യേശു പറയുക, ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, എന്നാൽ അവന് എൻ്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, എന്നാൽ അവന് എൻ്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിൻ്റെ അധിപനാരാ? പേടിയാണ് പിശാചിനെ. പേടിയാണ്? ഒന്നും പേടിക്കണ്ട. യേശുവിൻ്റെ മക്കളുടെ പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയും പിശാച് തൊടത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ അധിപന്റെ മേൽ ഒരിക്കൽ എന്നേക്കുമായി വിജയം വരിച്ചു കഴിഞ്ഞു. സാത്താന്റെ മേൽ യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് വിജയം വരിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ വിധി. ഈ ലോകത്തിൻ്റെ അധിപൻ പുറന്തള്ളപ്പെടും. ഉണ്ടോ? ഈ ലോകത്തിൻ്റെ അധിപൻ പുറന്തള്ളപ്പെടുന്നു, പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോഴാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാര നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ പിശാച് വിട്ടുപോകും. മർക്കോസ് 16:17 എന്നിൽ വിശ്വസിക്കുന്നവൻ, അതായത് യേശു അപ്പോസ്തലന്മാർക്ക്, വിശ്വാസികൾക്ക് അധികാരം കൊടുക്കുന്ന മനോഹരമായൊരു ഭാഗമാണിത്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കില്ല, അവർ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നു, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളമുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, വിശ്വസിക്കുന്ന, വചനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി യേശുവിന്റെ നാമത്തിൽ പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ പിശാച് പോയിരിക്കും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.